തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 4 യുവാക്കളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കുളം കാണാം. ഈ കുളത്തിലിറങ്ങി കുളിച്ചതാണ് അവർക്ക് രോഗബാധ ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. അന്തിമ റിപ്പോർട്ടൊക്കെ ഇനിയും വരേണ്ടതുണ്ടെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ പോലും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശമടക്കമുണ്ടായിരുന്നു ഇവർക്ക് പരിശോധനകളടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യം. പക്ഷേ ഇവരെ തേടി ആരും അത്തരത്തിൽ പരിശോധനയ്ക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഒരു സമീപനം ഞങ്ങൾ ആരും വന്നിട്ടില്ല. ഹെൽത്തിൽ നിന്ന് ഒരുവിധ സമീപനം ഞങ്ങളോട് ഉണ്ടായിട്ടില്ല. ഈ ഇന്നലെ മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഈ കുളത്തിൽ കുളിച്ചവരെ എല്ലാവരെയും തന്നെ ഹെൽത്തുകാർ വന്ന് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഒരു പഞ്ചായത്ത് മെമ്പറോ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് പോലും പഞ്ചായത്തിൽ നിന്ന് എത്തിയിട്ടില്ല. ഞങ്ങളുടെ ഈ ഹെൽത്തിൻ്റെ പരമായിട്ട് ആരും ഞങ്ങളെ വന്ന് ഇതുവരെ സമീപിച്ചില്ല. ഈ മരണത്തിൻ്റെ പിറ്റേ ദിവസം ഇവർ വരികയും വന്ന് നമ്മളോട് ഈ വെള്ളമെടുക്കാനുള്ള സാമ്പിൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമ്പിൾ കൊണ്ടുപോയതിന് ശേഷം ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നു, നെഗറ്റീവാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ ശരി, കുളം തുറന്നു വിടുക, ഇതിനകത്ത് യാതൊന്നും ചെയ്യാതെ കുളം തുറന്നു വിടാൻ നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ച് കാണിക്കുക, ഈ പറഞ്ഞ മെമ്പറോടൊക്കെ ഞങ്ങൾ പറയുന്നത്. അതിനവർ തയ്യാറാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടില്ല. ഈ 2 കുഞ്ഞുങ്ങളും ഇതെൻ്റെ മരുമകളാണ്. എല്ലാവരും ചെക്ക് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു 6000 രൂപ പ്രാഥമിക ടെസ്റ്റിന് തന്നെ. നിങ്ങളൊക്കെ സ്ഥിരമായി ഈ കുളത്തിലിറങ്ങി കുളിക്കുന്നവരാണ് എന്ന് തോന്നുന്നു അല്ലേ, കുഞ്ഞുങ്ങളടക്കമുള്ളവർ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിച്ചപ്പോൾ ഇപ്പോൾ ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, ഒരാൾ മരണപ്പെട്ടു, അതിൻ്റെ ഒരു ആശങ്കയില്ലേ? ഒന്ന് ആശുപത്രിയിൽ പോയി? ആശങ്കയുണ്ട്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ അനിയനടക്കം ആശുപത്രിയിലാണ്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പേടിയും ഭയവും ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇതുവരെ എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ പരിശോധനയുടെ കാര്യമൊന്നും സംബന്ധിച്ച കാര്യത്തിന് ആരും ഇവിടെ വന്നു? ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒഫീഷ്യലായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അറിയിപ്പുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക്, ഇങ്ങനെ ഈ കുളത്തിൽ കുളിച്ച എല്ലാവർക്കും പരിശോധനയ്ക്കുള്ള ഇത് ചെയ്യണം എന്ന് ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും ഞങ്ങളെ സമീപിക്കുകയോ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ആശുപത്രിയിൽ നിങ്ങൾ സ്വമേധയാ പോകണമെങ്കിൽ വലിയൊരു ചിലവാണെന്ന് തോന്നുന്നില്ല? ചിലവാണ്. ആദ്യം ചെയ്യുന്നത് CT സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ആണെന്ന് പറഞ്ഞു. CT സ്കാനിങ്ങിന് തന്നെ കുറഞ്ഞതൊരു 2000 രൂപയാവും. അപ്പോൾ അതുപോലെ എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഞങ്ങളെ കയ്യിലില്ല. കാരണം ഞങ്ങളെ വീട്ടിലുള്ള ആൾക്കാരടക്കം ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് എങ്ങനെ അത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനമായി തന്നെ നിൽക്കുകയാണ്. കാര്യമായ നടപടികളൊന്നും പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. വലിയ ആശങ്കയിലാണ് ഒരു നാടുള്ളത്. അത് പരിഹരിക്കാനുള്ള അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.